ചാക്കൊന്ന് കൂട്ടിക്കൊണ്ട് വന്നേ. ഞാൻ ഒറ്റയ്ക്ക് നേരിട്ട് പോയാൽ എന്താ അവൻ തന്നെ പിടിച്ച് വിഴുങ്ങുവോ? തീരൂ. അതിന് വഴിയുണ്ടച്ചാ. അവന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചോളാം. അളിയ ഇത് ഞാൻ പേടിച്ചു. ഞാനും അല്ല. അളിയൻ എങ്ങോട്ടാ? അത് അല്ല, അളിയനെന്താ ഇവിടെ? ഞാനൊന്ന് തൂറാൻ വന്നതാ. ഇവിടെ നല്ല കാറ്റാ. ഓരോന്ന് ചിന്തിച്ച് ഉറങ്ങിപ്പോയി. അളിയൻ തൂറാനാ? വെളിക്കിരിക്കുമ്പോ എന്തിനാ ബാഗ്? ബക്കറ്റ് കിട്ടിയില്ല. പിന്നെ ഒരു വഴിക്ക് പോവല്ലേ, കയ്യിൽ ഇരുന്നോട്ടേന്ന് കരുതി. അപ്പൊ പാന്റോ? ഒരാലോ? എന്നാ അവിടെ ഇരിക്കൂ. ആയിക്കോട്ടെ. മൂപ്പര് വലിയ അഭിമാനിയാ. ചെമ്പകശ്ശേരിക്കാര് പൊതുവെ അങ്ങനാണല്ലോ. ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലെന്നാ പറയണത്. അമ്മ ഞാൻ പറഞ്ഞ കാര്യം രഘുനോട് സൂചിപ്പിച്ചോ? നീ തന്നെ അങ്ങ് നേരിട്ട് പറയുന്നതല്ലേ നല്ലത്. വന്ന പാടെ ഇവിടുത്തെ പ്രയാസങ്ങളൊക്കെ അവന്റെ തലയിൽ കെട്ടിവെക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇനി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മൂടും തട്ടി അവനങ്ങ് പോവും. പിന്നെയും വില കെട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിയണം. ഇത്രയും കാലം തോന്നാത്ത അഭിമാനം നിന്റെ ചെമ്പകശ്ശേരിക്കാരന് ഇപ്പൊ എങ്ങനെയുണ്ടായി? ഇവിടെ താമസിക്കാൻ മൂപ്പർക്ക് എന്നും ഇഷ്ടക്കേട് തന്നെയാ. ഞാൻ നിർബന്ധിച്ചിട്ടാ. കല്യാണത്തിന് മുമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ പണ്ടവും പണവും കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് അവിടെ സമാധാനമായിട്ട് കഴിയായിരുന്നു. ഞാൻ എന്ത് വേണമെന്നാ നീ പറയണേ? എനിക്കിതൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. ഉള്ള കാശൊക്കെ അവൻ ബാങ്കിൽ ഇട്ടിരിക്കുക. ബാങ്കിലോ? അമ്മയുടെ അവൻ കാശിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ ഇതൊന്നും അവനോട് ചോദിക്കാറില്ല. ചിലര് സൂത്രത്തിൽ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എല്ലാരും കാണുന്നുണ്ട്. ഇവിടെ സൂത്രത്തിൽ കാര്യം സാധിപ്പിക്കുന്ന വിദ്യയൊന്നും ആരും എടുക്കണില്ല. കിട്ടാനുള്ള ചോദിച്ചേ ഉള്ളൂ. അതിലിപ്പോ എന്താ ഒരു തെറ്റ്? തെറ്റുണ്ടെന്ന് ആരാ പറഞ്ഞേ? കാര്യം പറയുമ്പോ ഒക്കെ പറയണല്ലോ. ഇവിടെ ആണൊരുത്ത ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ മൂപ്പരും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അല്ലാതെ വെള്ളനൂരുകാരുടെ വീട്ടിൽ തിന്നാനും കൊടുക്കാനും മുട്ടുണ്ടായിട്ടൊന്നുമല്ല. അതെല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. അവിടെ പുര നിറഞ്ഞു നിൽക്കുന്ന 7 പെമ്മക്കളുടെ ഇടയ്ക്ക് നിന്നാലേ നിന്റെ പുഷ്പേട്ടനെ നാട് ഒടിഞ്ഞു പോകും. അതുകൊണ്ടല്ലേ മോളെ ഇങ്ങോട്ട് പോകുന്നത്? അയ്യേ, എന്നിട്ട് എന്താ? പുഷ്പേട്ട ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഉള്ളവരുടെ കഞ്ഞൂടി മുട്ടണില്ല. എന്നിട്ട് ആട്ടും തുപ്പും ബാക്കി. ഇവിടെ ഇതുവരെ ആരുടെയും ആട്ടും തുപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങളായിട്ട് അത് തുടങ്ങണ്ട. ഞാനായിട്ടൊന്നും തുടങ്ങണില്ല. ഇവിടുത്തെ മുതല് എല്ലാവർക്കും കൂടി ഉള്ളതാന്ന് പറയായിരുന്നു. അയ്യോ, അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ആ കാറ് വിറ്റ് ബസ് ഇട്ടാ നന്നായിരിക്കുന്നു പുഷ്പേട്ടൻ പറഞ്ഞു. നേരാവണ്ണം കാർ ഓടിക്കാൻ അറിയാത്തൊരു ബസ് ഓടിച്ചാ അതിലുള്ളവരുടെ അവസ്ഥ എന്താവും ടീച്ചറാ? നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ? അവൻ വന്നു കയറിയില്ല. അപ്പോഴേക്കും തിന്നതിന്റെ കൊടുത്തതിന് കണക്ക് കുറച്ചിലായി. ഇനി ഒന്നിനെ കൂടെ കെട്ടിച്ചു വിടേണ്ടതാ. പിന്നെ ഒരു പെണ്ണും കെട്ടി അവളെയും കൊണ്ട് അവനങ്ങ് പോവും. ദുബായ്ക്കാരൊക്കെ അങ്ങനെയാ. ഒരു വരവ് വന്ന ഉടനെ കല്യാണമായി. കല്യാണം കഴിഞ്ഞാലോ ഉടനെ അങ്ങ് സ്ഥലം വിടുകയും ചെയ്യും. അമ്മയൊരു കാര്യം ചെയ്യും. അവനോട് വീടിന്റെ കടം വീട്ടി അതിനൊരു വില കണ്ട് ഞങ്ങൾക്കുള്ള ഓഹരി എന്താന്ന് വെച്ചാൽ തരാൻ പറ. ബാക്കി അവൻ എന്താ ചെയ്തോട്ടെ. അല്ലേ പ്രേമേ? അതന്നെ ഞാനും പറയുന്നുള്ളൂ. സ്വന്തം കൈ അവനവന്റെ തലയ്ക്ക് കീഴെ ഇരിക്കണല്ലേ നല്ലത്. നീ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? രഘുവേട്ടനോ? എന്താ ഇവിടെ? അത് ഞാൻ വെറുതെ. അമ്മ ഇങ്ങോട്ടെ. മേലേക്കാവിലൊരു വഴിപാടുണ്ട്. ഇതില് കിടന്ന എളുപ്പം. നല്ല ആളുണ്ട്. ഇല്ലെന്നേ. രഘുവേട്ടൻ പണ്ടിന് നീന്തൽ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ മുങ്ങിച്ചത്തന്നെ. അമ്മായിയുടെ അടുത്തുനിന്ന് എത്ര അടിയാ രഘുവേട്ടന് കിട്ടിയത്? അതെ, എത്ര അടിയാ കിട്ടിയിരിക്കണേ. അന്നൊക്കെ രഘുവേട്ടൻ എന്തൊക്കെ തമാശകൾ ഒപ്പിക്കാറ്. ഓർക്കുമ്പോ ചിരി വരുന്നു. ഞാൻ സമയത്ത് തമാശ അതുപോലെ. പിന്നെ മഞ്ചാടിക്കുരുവിന്റെ മാല തീർത്തത്? ആ മാല, മഞ്ചാടിക്കുരുവിന്റെ മാല. അതിപ്പോഴും അമ്മ സൂക്ഷിച്ചു വെച്ചോ? എന്നാ ഇനി അമ്മ പൊക്കോളൂ. എന്താ രഘുവേട്ടൻ എന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലേ? അതുകൊണ്ടൊന്നുമല്ല. അമ്മുവിന്റെ ഏട്ടനെങ്ങാനും വന്ന് കൊള്ളക്കാരനെ പോലെ കേരള വണ്ടിയില് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വെള്ളം ഉണ്ടാക്കണ്ടെന്ന് കരുതിയ. തമാശയൊക്കെ ഉണ്ടല്ലേ? ഞാൻ കരുതി കുറെ കാലം കഴിഞ്ഞ് വരുമ്പോഴേക്കും വലിയ ഗൗരവക്കാരനായിട്ടുണ്ടാവുമെന്ന്. അതെ അതെ, തമാശയൊക്കെ എത്ര കാലത്തേക്ക് ഉണ്ടാവുമോ? എന്താ? ഒന്നുമില്ല. അമ്മ ഇപ്പൊ പഠിക്കുന്നുണ്ടോ? ഇപ്പൊ വെക്കേഷനാ. മാർച്ചിൽ സെക്കൻഡ് ഇയർ എക്സാം തുടങ്ങാം. ഇവിടുന്ന് പോയ പിന്നെ രഘുവേട്ടൻ പഠിച്ചോന്നോ? ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കണു? രഘുവേട്ട, ആ സ്ഥലം ഓർമ്മയുണ്ടോ?
പിന്നെ ആ സ്ഥലം മറക്കാൻ പറ്റുമോ? നോക്കട്ടെ, എന്താ ആ സ്ഥലത്തിന്റെ പ്രത്യേകത? അത് ഒരിക്കൽ ഞാൻ പറയാം, ഇപ്പൊ വേണ്ട. വേണം, ഇപ്പൊ പറയണം. എനിക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ രഘുവിട്ട് ഓർമ്മ ഉണ്ടാവണ്ടേ? പറയാതെ ഞാൻ വിടില്ല. അവിടെ നമ്മൾ രണ്ടാരും കൂടി എന്തേലും സംസാരിക്കുമ്പോ അപ്പൊ തുടങ്ങും ചുമ. എനിക്കറിയാം, രഘുവിട്ട് വെറുതെ അഭിനയിക്കുക. അമ്മോ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. ഒന്നും ഓർമ്മയില്ല. ഈ അമ്മൂനെ വെറുതെ പറ്റിക്കണ്ട കേട്ടോ. ഞാൻ പോവാ. അപ്പൊ എല്ലാം ഓർമ്മയുണ്ടല്ലേ? അന്നെന്നെ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞു ഊഞ്ഞാലാട്ടി വിട്ടില്ലേ? അന്ന് വേണേത് സമ്മാനം ഇത്. ഓർമ്മയുണ്ടല്ലേ രഘുവിന്? மௌலி மதி திங்களாഴ്ച உன்னை நான் விட மாட்டேன். நான் கேக்கே கருவள்ளி என்னடி அப்படி விட கூட மாட்டேன். உன்னை நான் தந்தூரி ஆக்கிடுவேன், ചവിട്ടിടുവേன், சுட்டிடுவேன். എന്താടാ നടുവോട്ട് എന്താ ആട് സിംഗാരോ? വണ്ടി കയറ്, കേരള വണ്ടിയില് എടാ ഒന്ന് പതുക്കെ തിന്ന്, വയറ് ചിഞ്ഞ് നാറും. എന്തിനാ മുള്ളു തിന്നാനോ? ഇതെന്താ ദിനോസറിന്റെ ഇറച്ചിയോ? അപ്പൊ ഞാൻ ചോദിച്ചത് നീ മറുപടി പറഞ്ഞില്ലല്ലോ. അത് ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. സംഗതി കൊയലായിട്ട് പറഞ്ഞ ഇന്നോ നാളെയോ അതെത്തും. തലയെക്കെട്ടുകാരും നാട്ടിലിറങ്ങിയാ സൂക്ഷിച്ചോ, അത് രഘുരാമനുള്ള കുഴൽപ്പണ. മനസ്സിലായോ? കാശൊക്കെ നല്ലോണം കൊണ്ടുവന്നിട്ടുണ്ടോ? കാശോ? ഈ ദുബായിക്കാരും പണം കൊണ്ടുവരോ? ഇത് മറ്റേതാ നമ്പർ, സ്വർണ്ണ ബിസ്കറ്റ്. പക്ഷെ ഞങ്ങളത് മാറ്റാൻ ഷൊർണൂരിൽ നിന്ന് പോയി. പക്ഷെ അവിടെ ലോനപ്പിനും കൂട്ടിനും വന്നോണ്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നു. അത് ശരിയാ, ബാങ്കുകാര് ദിവസം വീട്ടിൽ ക്യൂ നിക്കല്ലേ, ഡെപ്പോസിറ്റ് തരൂ, ലോൺ വേണോ എന്ന് പറഞ്ഞ് ക്യൂ നിക്ക. പക്ഷെ ഉടനെ മറ്റത് ഉണ്ടാവും. കല്യാണം അല്ലാണ്ട് എന്താ? നല്ല ചെത്ത് പെമ്പിള്ളേരെ തന്തമാരിങ്ങനെ ക്യൂ നിക്കല്ലേ. രഘുരാമ ഒന്ന് കെട്ട്, ഒന്ന് കഴിക്ക് എന്ന് പറഞ്ഞ് ഇതിലേതെങ്കിലും പെൺകുട്ടികളുടെ തന്തമാര് എന്റെ അടുത്ത് വരില്ലേ? നീ അത് വിട്. ഞാനത് വിട്ടു. ഇനി എന്താ അവന്റെ പരിപാടി? തിരിച്ചു കൊണ്ടോ? പിന്നെ ഇവിടെ നിൽക്കാനോ? അവിടുത്തെ ഓയിൽ കമ്പനി ആര് നോക്കും? ഏതായാലും എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ എനിക്ക് ഇപ്പൊ തന്നെ പിടിപ്പതിലേറെ പണിയുണ്ട്. ഇനിയിപ്പോ മുല്ലമംഗലം ട്രാവൽസ് ഇറങ്ങി കഴിഞ്ഞാ എനിക്ക് ഇത്രയും സമയം ഉണ്ടാവില്ല. ബസ്സോ? ആ പുത്തൻ വീട്ടുകാരുടെ വണ്ടിക്ക് പുഷ്പൻ അഡ്വാൻസ് കൊടുത്തുന്ന കേട്ടെ. ലീലയിൽ നിன்றாൽ என்றோ கண்ணே உனக்கேனோ വരായ് മുഖം. പൊന്നുമോനെ, ഇത്ര വിവരങ്ങൾ അറിയാൻ നമുക്ക് എത്ര ഉറുപ്പ്യ ചെലവായടാ മോനെ? ഒരു 10-400 ഉറുപ്പ്യ അച്ഛാ. 400 ഉറുപ്പ്യേ? ഏടാ പൊന്നുമക്കളെ, ഈ കള്ളിലൊക്കെ വില കൂടി അറിഞ്ഞിട്ടാണോ നീ അവനെ അങ്ങോട്ട് കെട്ടിയെടുത്തത്? വല്ല പട്ടക്കടയിലും പോയി ഒരു 200 മില്ലി ചാരായും ഒരു മുട്ടയെ വാങ്ങിക്കൊടുത്താ പോരായിരുന്നോ? അതിനിപ്പോ പട്ടക്കട പൂട്ടിപ്പോയില്ലേ? അങ്ങനൊരു വിപ്ലവം നടന്നല്ലോ. ഈ നാടിത് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ? ഇത്തിരി നിറമുള്ള കള്ളു കുടിക്കണമെങ്കിൽ ആധാരം പണയം വെക്കണല്ലോടോ. അവന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? അവൻ മുങ്ങിയോ? ഇന്ന് പുറത്തു പോയി നന്നായി മോന്തിയല്ലോ.